സോ നമുക്ക് സെഷൻ 7:35 ആവുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം. Good evening, everyone. Welcome to day 5 of Ascendra. Success is often shaped not only by what we know, but also by the people we connect with. So, building meaningful relationships can open doors to opportunities, guidance, collaborations, and long term career growth. Today's session connects, helps, connects people, opportunities, and career growth. The session will help us understand how effective networking can create new possibilities and strengthen our professional journey. So, today, to guide us through this exciting topic, we are delighted to have Ms. Meenakshi Santosh with us. Through her insights and experiences, she will help us understand how strategic networking can create lasting impact and accelerate career growth. So, without further delay, let's welcome our speaker, Ms. Meenakshi Santosh, and dive into today's session. Hi guys, thank you Efren for this wonderful introduction because adivalairunnu. So hello, hi guys. Response, hello. Chat on aanu, camera on akkam. Thank you Sanjay. I can see a lot of familiar phrases over here. Kore പേര് കാണുമ്പോൾ കുറെ ആൾക്കാരെ ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. So happy to, take the session with you guys. Hello, hi. Yes. Yes, hello, hi Atira. Okay. So, hi. In the session, we know that connect. So, in the session, we are going to talk about networking. Okay? Networking. Appo, in the session, ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആണ്. അപ്പോൾ 1-to-1 കുറച്ച് ഡിസ്കഷൻ ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെറ്റർ ബിക്കോസ് വി ആർ ഡൂയിങ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, സോ ഇവിടെ ഞാൻ മാത്രം സംസാരിച്ചത് നെറ്റ്വർക്കിംഗ് ആവില്ല. ഓക്കെ, അതൊരു വൺ വേ കോൺവെർസേഷൻ മാത്രമേ ആവുള്ളൂ. So I want every one of you to say your opinion. കാര്യങ്ങൾ സംസാരിക്കുക, ഓപ്പൺ ആവുക. ഓക്കെ, ഇറ്റ്സ് എ വെരി കോമൺ സ്പേസ്. നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. ഐ എം ഓൾസോ സ്റ്റുഡന്റ്. എന്റെ ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നത് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡാണ്. ബട്ട് ഐ എം കറന്റ്ലി സ്റ്റഡിങ് BTech at Muthoot Institute of Technology and Science, MITS Kochi. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ആണ് പഠിക്കുന്നത്. 4th year ആണ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ലൈക്ക് യു ഗൈസ്. സോ ലെറ്റ്സ് ഹാവ് എ വെരി വണ്ടർഫുൾ discussion. Okay, rather than calling it a session, I want to call it as a discussion. Okay, PPT ഒക്കെ കാണും, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാം. റെഡി? യെസ്. ഓക്കെ, സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. മൈക്ക് ഓൺ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറയണേ. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തായിരുന്നു. Can you guys see that? കാണാം. ഓക്കെ, ഇപ്പൊ കാണാലോ? യെസ്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഓൾറെഡി ഫ്രണ്ട് പറഞ്ഞായിരുന്നു. വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ലൈക്ക് കണക്ട് നെറ്റ്വർക്കിംഗ്. ഓക്കെ,
സോ എന്റെ പേര് ഡെസിഗ്നേഷൻ ആണ്, ഞാനത് ഓൾറെഡി പറഞ്ഞു. ഐ എം ഡൂയിങ് മൈ ബിടെക് 4th year ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് അറ്റ് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ഓക്കെ, സോ ഞാൻ എനിക്ക് അറിയില്ല നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ എന്റെ ജീവിതത്തിലും ഞാൻ കുറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മളിങ്ങനെ ഈ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു 10th ഒക്കെ എത്തുമ്പോൾ പറയും 10th ആണ്, നന്നായി പഠിക്കണം, നല്ല മാർക്സ് വാങ്ങണം, ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, എന്നിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് 10th ഒക്കെ പാസ്സായി 12 കയറുമ്പോൾ ഒരു പറയും മോളെ 12 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതിൽ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയാൽ മാത്രമേ കരിയറിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുള്ളൂ. അതൊരു വഴിത്തിരിവാണ്. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 12th നന്നായി പഠിക്കണം, സയൻസിനും മാത്സിനും ഒക്കെ നല്ല മാർക്ക് വാങ്ങണം എന്ന് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് വീട്ടുകാർ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള ആൾക്കാർ, പീപ്പിൾ അറൌണ്ട് മീ, സറൗണ്ടഡ് ബൈ മീ യൂസ് ടു സേ ദിസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 12th ഒക്കെ നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു കോളേജിൽ കയറി കഴിയുമ്പോൾ വീണ്ടും ഇതേ ലൈക്ക് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ പറയും ലൈക്ക് സ്കൂളിലെ ഇതുപോലെയല്ല, നമ്മൾ കരിയറിലേക്ക് ഇനി എടുത്ത് വരികയാണ്. സോ അതിൻ്റെ അകത്ത് നമ്മുടെ CGPA ഡു മാറ്റേഴ്സ്, നമ്മുടെ പ്രോജക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കണം എന്ന് ഇങ്ങനത്തെ അഡ്വൈസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. കെൻ യു ഗൈസ് റിലേറ്റ് ടു ദിസ്? നിങ്ങൾക്ക് ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇഫ് യു ക്യാൻ പ്ലീസ് റേസ് യു ഹാൻഡ്, ബിക്കോസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങളെ. സോ ഇഫ് യു റേസ് യു ഹാൻഡ് ഐ ക്യാൻ ഹിയർ ദ വോയിസ്. യെസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ? നോക്കട്ടെ. യെസ്, ലോഡ് ഓഫ് യു പീപ്പിൾ തംസ് അപ്പ്. ഓക്കെ ഓക്കെ, നിങ്ങളൊന്ന് ഹാൻഡ് റേസ് ചെയ്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, അതാണ്. യെസ് യെസ്, മോർ ദാൻ 10 പീപ്പിൾ. ഓക്കെ, ഇത് യൂഷ്വലി എല്ലാ മൂവീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജൂൺ എന്ന് പറഞ്ഞൊരു മൂവിന്റെ അകത്ത് ഇതേ സെയിം ഡയലോഗാണ് പറയുന്നത്. എന്റെ വീട്ടിലും ഇതേ സെയിം ഡയലോഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ വൺ തിങ് ഐ വോണ്ട് ടു സേ ഈസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. CGP ഇമ്പോർട്ടന്റ് ആണ്, പ്രോജക്ട് ഇമ്പോർട്ടന്റ് ആണ്, സ്കിൽ സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് യു ഗൈസ്, ലൈക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് പറയാൻ മറന്നു പോകുന്നത് ഇസ് ടു ബിൽഡ് ജെന്യുവൻലി ഗുഡ് കണക്ഷൻസ്. ഓക്കെ, നമ്മളിങ്ങനെ സ്കൂളിലത്തെ ആദ്യത്തെ ദിവസത്തിൽ കുട്ടികളെയൊക്കെ അമ്മ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പറയും കരയരുത്, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ അവർ മറന്നു പോകുന്നതാണ് നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യണം, നല്ല നെറ്റ്വർക്കിംഗ് കൊണ്ടുവരണം എന്ന് നമ്മുടെ അടുത്ത് പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ടാലന്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നത് ഇസ് ത്രൂ നെറ്റ്വർക്കിംഗ്. Okay, so in this today's session we are going to discuss about the important aspect. പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറയാൻ മറന്നു പോകുന്നതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് മൈ സ്ലൈഡ്. ഒരു മിനിറ്റ്. യെസ്, വാട്ട് ഇസ് നെറ്റ്വർക്കിംഗ്? വെരി ക്ലീഷേ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് നെറ്റ്വർക്കിംഗ്? എന്താണ് നെറ്റ്വർക്കിംഗ്? ചാറ്റ്സിൽ ആൻസേഴ്സ് പോരട്ടെ. What do you think networking is? താഴെ എഴുതി വെച്ചാലും എഴുതരുത്. What do you think networking is? Answers please. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ പറയാം. What do you think networking is? Communicating to people around the world. Okay. What else? Connecting with people, communicating with people. Okay. Anything else? Trusted communication. Okay. Making connections that are helpful for career. Creating a good group of team. Building equally beneficial connection. Connecting with people. Yes. Anything else? ഇത്രയും തന്നെ. ഓക്കെ, നിങ്ങൾക്കൊക്കെ ലിങ്ക്ഡിൻ ഇല്ലേ? ഞാൻ ഇതിനു മുമ്പേ കണ്ടായിരുന്നു ഈ ഓരോ ദിവസത്തെ സെഷനിൽ ലിങ്ക്ഡിനിൽ ഒരു സെഷൻ നിങ്ങൾക്ക് ഉണ്ടായി. സോ ഐ ഹോപ്പ് ദറ്റ് യു ഗൈസ് ഹാവ് ലിങ്ക്ഡിൻ, റൈറ്റ്? എല്ലാവർക്കും ലിങ്ക്ഡിൻ ഇല്ലേ? യെസ് ഉണ്ട്. യെസ് യെസ്, ഓക്കെ. ഇപ്പൊ ലിങ്ക്ഡിനിൽ അത്യാവശ്യം നല്ല കണക്ഷൻസ് എല്ലാവർക്കും ഇല്ലേ? ഐ മീൻ കണക്ഷൻസ് ഉണ്ടോ എല്ലാവർക്കും? യെസ്, 100, 50+ ഒക്കെ എന്തായാലും. 50+ ഒക്കെ കുറഞ്ഞു പോയോ? എന്തായാലും ഉണ്ട്. യെസ്, ഓക്കെ. നിരഞ്ജന, ഓക്കെ, ജസ്റ്റ് ഇത് റെസ്പോണ്ട് ചെയ്തതാ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇഫ് ഐ എം ടെല്ലിങ് യു ടു ടേക്ക് ഔട്ട് യുവർ ഫോൺ റൈറ്റ് നൗ ആൻഡ് ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്, ലൈക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരാൾക്ക് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് റിപ്ലൈ എത്ര വരുന്നെന്ന് വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്?
Like, will there be a person who is responding to that message? Do you think there will be people responding to that message? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ കോളേജിലാണല്ലോ, നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് വേണം. അപ്പൊ നിങ്ങളുടെ ഈ ലിങ്ക്ഡിനകത്തുള്ള കണക്ഷൻസിനകത്ത് ഒരാളുടെ അടുത്ത് ഡയറക്ട്ലി പോയിട്ട് എനിക്ക് എന്നെ ഒന്ന് ഈ ജോബിലേക്ക് റെഫർ ചെയ്യൂ, അല്ലെങ്കിൽ എനിക്കൊരു ഇന്റേൺഷിപ്പ് തരൂ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എത്ര ആൾക്കാർ നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്ത് തരും? Only a few, അല്ലേ? Yes, zero. Okay. I can relate to that. Okay. I mean, I can relate to that, but ഒരു പോയിന്റിൽ എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. It might take days for the response. Yes. No, nobody experience ഉണ്ട്. Oh, okay. No one. Yes. So the thing is, അപ്പൊ അതൊരു കണക്ഷൻ ആണോ? സി, നിങ്ങളുടെ ലിങ്ക്ഡിൻ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ നടക്കുന്ന അതൊരു നെറ്റ്വർക്കിംഗ് ആണോ? അല്ല, അല്ലേ? ബിക്കോസ് യു ആർ ആസ്കിംഗ് ഫോർ സംതിങ് ആൻഡ് ഒരു പോയിന്റ് എത്തുമ്പോൾ ദേ ആർ നോട്ട് ഈവൻ റെസ്പോണ്ടിങ്. അപ്പോൾ ഇതൊരു നമുക്കൊരു പ്രോപ്പർ നെറ്റ്വർക്കിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയാ, കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ പോയി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തവണ സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ അതൊരു കണക്ഷൻ ആവും. If the person that much bonded or may reply, okay, let go of the internship, bro. It's just need someone to talk to at least. I just need someone to talk to at least. Okay. So what do you think? Is that a proper connection? Ano? No. So basically it's like, ഒരു മിനിറ്റ്. Okay. Just give me a minute, guys. Okay. Okay, sorry for the disturbance. Yes, okay. So, ലൈക്ക് അതൊരു കണക്ഷൻ അല്ലേ? നമ്മളിപ്പോ റാൻഡം ആയിട്ട് ഒരാൾക്ക് പോയി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോളോ റിക്വസ്റ്റ് അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് അവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ലൈക്ക് കോൺടാക്ട് ലിസ്റ്റിൽ അവരുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി യുനോ ബിൽഡിംഗ് എ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ബിൽഡിംഗ് എ കണക്ഷൻ. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവിൻ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ജെന്യുവിൻ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ, ഔട്ട് someone is out of the blue, ഏതോ ഒരു ഇവന്റിൽ കണ്ട ഒരാൾ ഔട്ട് ഓഫ് ദ ബ്ലൂ, അല്ലെങ്കിൽ ഇവന്റ് കണ്ടുപോലും ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ബ്രേക്കിംഗ് ആവുന്നു. Is my voice breaking, guys? ഇല്ല, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾ തന്നെ ആ പൊസിഷനിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യു ആർ റണ്ണിങ് എ വെരി ഗുഡ് കമ്പനി ആൻഡ് സഡൻലി ഒരാളൊരു ലിങ്ക്ഡിനില് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് പറയാണ് എന്നെ നിങ്ങളുടെ ഈ ഒരു ജോബില്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലുള്ള ഒരു ജോബില്. ഈസ് മൈ വോയിസ് ബ്രേക്കിംഗ്? ഐ എം ഗെറ്റിംഗ് ദിസ് മെസ്സേജസ്, അതാ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് ഗോഡ്. No, it's okay. Okay, thank you. Okay, so random ആയിട്ട് ഒരാൾ വന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ് that he need a job in your company. Will you give them? Will you give them? No, right? So genuinely connection build ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എഫേർട്ട് ഇടണം. അവിടെ ഒരുപാട് ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ആസ്പെക്ട്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി. അതിന് മുമ്പേ അത് ലൈക്ക് ആ ആസ്പെക്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തൊരു കാര്യം അറിയുന്നു അതിന്റെ ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ അറിയണം. ഓക്കെ, വൈ നെറ്റ്വർക്കിംഗ് റിയലി മാറ്റേഴ്സ്. എന്തിനായിരിക്കും നെറ്റ്വർക്കിംഗ് വേണ്ടത്? ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ യുവർ ലൈഫ്. കരിയറിൽ നിങ്ങളുടെ മാർക്കും CGP ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ്. ഞാൻ പറഞ്ഞു വൈ ഇറ്റ് റിയലി മാറ്റേഴ്സ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു ഞാനിത് അറിഞ്ഞപ്പോഴും ഐ വാസ് ഓൾസോ കൈൻഡ് ഓഫ് സർപ്രൈസ്ഡ്, പക്ഷെ നോട്ട് ദാറ്റ് മച്ച്, ബിക്കോസ് ഞാൻ ആ സമയം എന്റെ എൻവയോൺമെന്റിൽ ഇതൊക്കെ നടക്കുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു 100% ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ അകത്തും 70% ജോബ് ഓപ്പർച്യൂണിറ്റീസും ഫിൽ ചെയ്യുന്നത് ത്രൂ കണക്ഷൻസ്. ബാക്കി 30% ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ പോർട്ടലിലും മറ്റ് ഈ ലിങ്ക്ഡിൻ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. So you are competing with that 30% of people to get into a job or get into any place. Okay, so that is the reality. Okay, അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് നോക്കാം നമ്മുടെ കരിയറിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് നെറ്റ്വർക്കിംഗ്. ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ,
ഇമാജിൻ രണ്ടാൾക്കാര്. ഓക്കെ, രണ്ടാൾക്കാര് പേര് പറഞ്ഞേ. ജസ്റ്റ് ഗീവ് റാൻഡം നെയിം. നമുക്ക് രണ്ടാൾക്കാർക്ക് പേരിടണം. ജസ്റ്റ് ഗീവ് റാൻഡം നെയിം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടേണ്ടി വരും. ജസ്റ്റ് ഗീവ് റാൻഡം നെയിം ഫോർ 2 people. ഋതിക. ഓക്കെ, ഋതിക. ഒരു പേരും കൂടെ പറഞ്ഞു പെട്ടെന്ന്. ശശി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഋതിക ആൻഡ് ശശി ആർ 2 people. ഓക്കെ, രണ്ടാൾക്കാർക്കും അത്യാവശ്യം നല്ല CGP ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, സ്കിൽ സെറ്റ് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ജോലി വേണം, അതാണ് ഇവരുടെ ഗോള്. അപ്പൊ ഋതിക എന്ത് ചെയ്യും? ഒരു 200 ജോബ് ഓപ്പർച്യൂണിറ്റി മറ്റേ അപ്ലൈ ചെയ്തിട്ട് അതില് ഒരു 70 പേര് റിപ്ലൈ തന്നു, ബാക്കിയൊക്കെ ഇഗ്നോർ ചെയ്തു. അങ്ങനെ ഋതിക ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ജോബിലേക്ക് കയറാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ ശശി ഹി അറ്റൻഡഡ് എ കോൺഫറൻസ്. ഓക്കെ, അവിടെ പോയി ശശി ഒരാളെ കണ്ടു. ആളെ കണ്ട് അവിടുത്തെ സ്പീക്കറുമായിട്ടൊരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാക്കി. അത്യാവശ്യം നല്ല രീതിയിൽ കോൺവെർസേഷൻ ഉണ്ടാക്കി. ഹി വെന്റ് ബാക്ക് ആൻഡ് സഡൻലി ലിങ്ക്ഡിൻ തുറന്നു നോക്കിയപ്പോൾ അയാളുടെ സ്ഥലത്ത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആര് കണ്ടു? ശശി കണ്ടു. സോ ശശി പോയി ആ സ്പീക്കറിന് മെസ്സേജ് അയച്ചു. ഹേ സാർ, ഐ വാസ് there in that conference. Your talk was very insightful, and I was trying to look on to the topic and all. And I just by the way, I also saw the job opportunity that is available in your company. I would like to know more about it എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണ്. അത് കഴിഞ്ഞ് സഡൻലി നമ്മുടെ ശശിക്ക് ജോലി കിട്ടി. സി, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തു. But Shashi took a different approach, right? Shashi's name sounds so, funny, but still, he took a different approach. അയാൾക്ക് ഉള്ള സ്കിൽ സെറ്റ് തന്നെയാണ് ഋതികയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ വാട്ട് ഹി ഡിഡ്, he took a different approach എന്ന് പറയുന്നത് he used his skill sets in a way that made him land a job. Okay, നമുക്ക് ഇപ്പോ നമ്മൾ പറയില്ലേ, നമ്മുടെ കയ്യിൽ കുറെ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കുറെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ we need to show it. എന്നാലേ നമുക്കൊരു ജോബ് ലാൻഡ് ആവുള്ളൂ. വൺ വേ ഓഫ് ഷോയിങ് ഇസ് ത്രൂ ലിങ്ക്ഡിൻ. നമ്മൾ പറയാറില്ല, എന്തൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിലും ലിങ്ക്ഡിനിൽ ഇടാം. ദ നെക്സ്റ്റ് വേ ഇസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, ത്രൂ നെറ്റ്വർക്കിംഗ് യു ആർ ഷോയിങ് യുവർ കേപ്പബിലിറ്റീസ്, യു ആർ ഷോയിങ് വാട്ട് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ. ഓക്കെ, അത് മനസ്സിലാക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് more and more opportunities. So I hope you understood what and why networking really matters. Next, there is this famous saying, okay, ഞാനിത് ഒരുപാട് അടുത്ത് വായിച്ചതാണ്. Your network is your net worth. Your network is your net worth. ഫേസ്ബുക്കിന്റെ നമ്മുടെ മാർക്ക് സക്കർബർഗിന്റെ ഒരു മൂവി ഉണ്ട്, ലൈക്ക് അയാളുടെ ഒരു ജീവിതകഥ, ലൈക്ക് ഹൗ ഫേസ്ബുക്ക് ബിക്കെയിം ദിസ് ബിഗ് എന്നുള്ള രീതിയിൽ അതിന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി ഒരു മൂവി ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? നെറ്റ്ഫ്ലിക്സിലുള്ളതാണ്. ദ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നാണ് ആ മൂവിയുടെ പേര്. കണ്ടിട്ടില്ല? യെസ്, ദ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, സോഷ്യൽ നെറ്റ്വർക്ക്, റൈറ്റ്? It's a very good movie, guys. കണ്ടിട്ടില്ലെങ്കിൽ definitely do check it out. അതിന്റെ അകത്ത് you can clearly see എങ്ങനെ നിന്ന് ഫേസ്ബുക്കിലേക്ക് 2 സ്റ്റുഡൻസ് ചേർന്നുണ്ടാക്കി ഫേസ്ബുക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമായി മാറിയതിന്റെ ബാക്കിലുള്ള ഒരു കഥയാണ് അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നത്, അതിന്റെ ബാക്കിൽ കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഹാർവേർഡിലെ 2 പഠിച്ച സ്റ്റുഡൻസ് ആണ് ഇത് ഉണ്ടാക്കുന്ന ഫേസ്ബുക്ക്. അപ്പോൾ അവര് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് തുടങ്ങി, പിന്നെ അത് വലിയ ഇതിന്റെ ബാക്കിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവരൊരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ഫേസ്ബുക്ക്. സോ അത് നമ്മൾ എടുക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്ക് സക്കർബർഗ് ഇസ് വെരി ഗുഡ് വിത്ത് ടെക്നിക്കൽ സ്റ്റഫ്. ഓക്കെ, ബാക്കി കുറെ കാര്യങ്ങൾ ഹി വാണ്ടഡ് ടു നോ, ലൈക്ക് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ദ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഇറ്റ്സ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലൈക്ക് അതിന്റെ ബാക്കിൽ കുറെ സ്കിൽസും കാര്യങ്ങളും, പിച്ചിങ് ഉണ്ടാവാം, എങ്ങനെ നമുക്കൊരു ഇൻവെസ്റ്ററിനെ എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാം, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. സോ ഇനിഷ്യലി വെൻ യു തിങ്ക് ദീസ് സ്റ്റുഡൻസ് അവർക്ക് ഫുൾ കഴിവുണ്ടായിരിക്കോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. സോ ഹൗ ദേ ലാൻഡഡ് ലൈക്ക് മേക്കിംഗ് ദിസ് ഫേസ്ബുക്ക് എ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം is through the network. Like അവർക്ക് അറിയാവുന്ന ആൾക്കാര്, ലൈക്ക് അവരറിയാവുന്ന ആൾക്കാർ കൊണ്ട് വേറെ ആൾക്കാരെ റെഫർ ചെയ്ത് അവിടെ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് ഈ ഐഡിയ പിച്ച് ചെയ്ത്, അങ്ങനെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടായത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഓവർ ഹിയർ ഇസ്, if you want to build something big, അല്ലെങ്കിൽ if you want to എന്താ പറയാ, do something
that is എന്താ പറയുക that is really big. It's not really like ഒരാളെ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. It's through network you can make it that big. Okay, ഇപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും, even it be Apple, even let it be Facebook, as I said, അതൊരു ഒരാളുടെ എഫേർട്ട് അല്ല, അതൊരുപാട് ആൾക്കാർ എഫേർട്ട് കൂടിയിട്ടാണ് we are getting this big companies, big എന്താ miracles around us. So networking എന്ന് പറയുന്നത് it can directly convert into your net worth. ഏതോ കോളേജില് ഹാർവേർഡ് കോളേജിൽ പഠിച്ചൊരു 2 സ്റ്റുഡൻസ് അവരുടെ നെറ്റ്വർക്ക് ഇത്രയും കൂടണമെങ്കിൽ through their network, just see the difference, like see the importance of network in that. Okay, the next thing I want to say is yes, strength of weak ties. Have you seen this person before? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Anyone? ഇല്ല, കാണാൻ സാധ്യതയില്ല, എന്നാലും ചോദിച്ചേ ഉള്ളൂ. യെസ്, മാർക്ക് ഗ്രാൻബിറ്റർ. സോ ഇയാളൊരു ഭയങ്കര ഡിഫറെന്റ് ഐഡിയ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഇയാൾ മുമ്പോട്ട് വെച്ചൊരു പ്രപ്പോസ് ചെയ്തൊരു ഐഡിയ ആണ് സ്ട്രെങ്ത് ഓഫ് വീക്ക് ടൈസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സംഭവം ഞാൻ പറയാം. വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇസ് ദാറ്റ് ഹൗ ഹി ലാൻഡഡ് ഓൺ ദറ്റ് ഐഡിയ. അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമ്മളൊക്കെ ചില തവണ നമ്മളൊക്കെ ചിന്തിച്ച് വിട്ട കാര്യമാണ് ഇയാൾ ക്വസ്റ്റ്യൻ ചെയ്ത് അതിന്റെ ബാക്കിൽ നിന്ന് റിസർച്ച് ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയൊരു ഐഡിയ ആണ് ഈ സ്ട്രെങ്ത് ഓഫ് വീക്ക് ടൈസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കുറെ ആൾക്കാർ ജോബ് ഒക്കെ ലാൻഡ് ആവുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഹൗ ആർ ദി ലാൻഡിങ് ഓൾ ദീസ് ഓപ്പർച്യൂണിറ്റീസ്? ഈ ജോബ് ഒക്കെ അവർക്ക് എങ്ങനെ കിട്ടുന്നത്, എങ്ങനെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഇയാളുടെ മൈൻഡിൽ വന്നു. അപ്പൊ നമ്മുടെ യൂഷ്വലി വരുന്ന ആൻസേഴ്സ് തന്നെയാണ്, പിന്നെ ലൈക്ക് ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റെഫർ ചെയ്ത് കയറിയതാവാം, ഫ്രണ്ട്സിന്റെ രീതിയിൽ കണക്ഷൻ വഴി അവർക്ക് ജോബ് കിട്ടിയതാവാം എന്നൊക്കെ അയാളുടെ മനസ്സിൽ ആൻസേഴ്സ് വന്നു. അപ്പൊ യു വാസ് തിങ്കിങ് ഓക്കെ അതായിരിക്കും. ഓക്കെ, പക്ഷെ ഹി ഡിഡ്ന്റ് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അയാൾ എന്ത് ചെയ്തു, ഓക്കെ നൗ ലെറ്റ്സ് പ്രൂവ് വൺ തിങ്, ഞാൻ ചിന്തിച്ചതും ശരിക്കും നടക്കുന്നത് സെയിം ആണോ എന്ന് പ്രൂവ് ചെയ്ത് നോക്കാന്ന് ഹി തോട്ട്. And he interviewed all the people who got job. Okay, ആ സമയം ജോബ് കിട്ടിയ എല്ലാ ആൾക്കാരെയും ഇയാൾ ഇന്റർവ്യൂ ചെയ്തു. ഇയാൾ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ ജോബിൽ ലാൻഡ് ആയേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ടു ഹിസ് സർപ്രൈസിങ്, മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് വേർ ലൈക്ക് അവരുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് പുറത്തുള്ള ആളാണ് റെഫർ ചെയ്തിട്ടാണ് അവർക്ക് ജോബ് കിട്ടിയത്. റെഫർ ചെയ്യാൻ മീൻസ് അവര് കൊണ്ടുവന്ന ഓപ്പർച്യൂണിറ്റിയിലാണ് ഇവർക്ക് ജോബ് കിട്ടിയത്. സോ ഹിസ് പ്രൊപ്പോസ്ഡ് ഐഡിയ വാസ് ലൈക്ക് ദിസ്, like you will get more opportunities from the people who are not inside your closed circle. That is the idea of strength of weak ties എന്ന് പറയുന്നത്. That is the opportunities that you're going to get. The opportunities that you get is outside your closed circle. Okay, കുറച്ചും കൂടി ബ്രേക്ക് ഡൗൺ ആയിട്ട് പറയാം. നിങ്ങളിപ്പോൾ കോളേജിലാണ്, എല്ലാ ആൾക്കാരും കോളേജിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളും ഫ്രണ്ട്സും കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. So like when you take close circle എന്ന് പറയുമ്പോൾ തന്നെ is your friends, your family, relatives and all the people. So ഇവരുടെ ക്ലോസ് like ഈ ആൾക്കാരുടെ സർക്കിളും നിങ്ങളുടെ സർക്കിളും ഭയങ്കര സിമിലർ ആണ്. അവർ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലും വരുന്നത്. അവർക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരും. സോ അവിടെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കടന്നു വരാ എന്ന് പറയുന്നതിന്റെ ചാൻസ് വളരെ കുറവാണ്. അതേസമയം when you meet a speaker from a session or when you meet a senior who's in Bangalore or something, അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുമ്പോൾ അവരുടെ സർക്കിളിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി ഡിഫറെന്റ് ആയിരിക്കും. സോ യു ലൈക്ക് വെൻ യു ഹാവ് എ കണക്ഷൻ വിത്ത് ദറ്റ് പേഴ്സൺ, you will get access to all those opportunities. അതാണ് പറയുന്നത്, the opportunities that you're getting, like that you get, the best opportunities that you get is from the people outside your closed circle. അതിനെയാണ് ഈ strength of weak ties എന്ന് പറയുന്നത്. Okay, so he is the person who proposed that idea. Next, ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞു, we talked like എന്താണ് നെറ്റ്വർക്കിംഗ് പറഞ്ഞു, why it is a idea of these that networking brings to you, അല്ലെ? സോ ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് കിടക്കാം. ലൈക്ക് ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഈ നെറ്റ്വർക്കിംഗ് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, വാട്ട് ക്യാൻ ബി ഡു ടു ബിൽഡ് ദി ലൈക്ക് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ടു നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? First and very important thing is first impression. I've heard this phrase a lot. First impression is the best impression എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. Have you guys heard about it? Yes, first impression is the best impression. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്.
യെസ്. വേറൊരു സംഭവം അറിയോ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ ഇന്റർവ്യൂവർ നിങ്ങൾ വന്ന കസേരയിൽ ഇരുന്നിട്ട് ആ ഒരു 3 seconds ഒക്കെ കഴിയുമ്പോൾ തന്നെ ഹീൽ ഗെറ്റ് ദിസ് ഫീലിംഗ് ലൈക്ക് വെദർ ടു ഗിവ് യു എ ജോബ് ഓർ നോട്ട്. ലൈക്ക് ആ ഒരു സെക്കൻഡിൽ തന്നെ ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് ജോബ് ഓർ നോട്ട്. സോ ദാറ്റ് മസ്റ്റ് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കേസിൽ തന്നെ എടുത്തു നോക്കുക. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇമാജിൻ യു ഗൈസ് ആർ ഇൻ എയർപോർട്ട് ഓർ സം പ്ലേസ് ആൻഡ് യുവർ ഫോൺ ചാർജസ് ഓഫ്, ലൈക്ക് ചാർജ് കുറവാണ്. അപ്പൊ യു നീഡ് പവർ ബാങ്ക്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഭയങ്കര മൂഷാട്ടായ അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിനെ കണ്ട who like will you approach that sad person or the happy person? Of course a happy person അല്ലേ പോവുള്ളൂ. So that is basically first impression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Make your first impression as good as possible. ഫസ്റ്റ് ഇംപ്രഷന്റെ അകത്ത് വരുന്ന ആസ്പെക്ട്സ് ആണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ണടച്ചിട്ട് സ്റ്റീവ് ജോബ്സിനെ പറ്റി ആലോചിക്കുക എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ മനസ്സിലും സ്റ്റീവ് ജോബ്സിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ടേർട്ടിൽ നെക്കൊക്കെ ഇട്ടിട്ട് ഒരു കണ്ണാടിയൊക്കെ ഇട്ടൊരു മനുഷ്യനായിരിക്കും. സോ ദാറ്റ് ഇസ് ദി ഇംപ്രഷൻ ഹി ക്രിയേറ്റഡ്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ വരുന്നതാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. whenever you go attend a professional event അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹൈ സ്കെയിൽ ഇവന്റ് ഒക്കെ പോകുമ്പോൾ ഡ്രസ് യുവർ സെൽഫ് വെൽ, ലൈക്ക് പ്രൊഫഷണലി ഡ്രസ് ചെയ്യുക, ബ്ലേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറയും. സോ ദാറ്റ് ക്രിയേറ്റ്സ് ദ ഫസ്റ്റ് ആ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുമ്പോൾ തന്നെ എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദ നെക്സ്റ്റ് തിങ് ഇസ് ഹാൻഡ്ഷേക്ക്. യെസ്, ഹാൻഡ്ഷേക്കിന്റെ അകത്ത് തന്നെ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാൻഡ്ഷേക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ ഷോ. യെസ്, ഇതാരാന്നറിയോ? ഫെയിമിലുള്ള എല്ലാ ആൾക്കാരല്ല, മെയിൻ ആയിട്ടുള്ള വ്യക്തി ആരാ? ഈ വൈറ്റ് ഷർട്ട് ഇട്ട ആള്. യു നോ ദാറ്റ് പേഴ്സൺ? എന്ത് സിമ്പിൾ ചോദ്യമല്ലേ? യെസ്, Mukesh Ambani. Yes, it is Mukesh Ambani. So there are different types of handshake guys. ഈ ആസ്പെക്ട് ഒക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടു സം എക്സ്റ്റെന്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളിങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് ലീവ് ചെയ്യുന്ന പല കാര്യങ്ങളും നോട്ടീസബിൾ ആവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഹാൻഡ്ഷേക്ക് എന്ന് പറയുമ്പോൾ there are different types of handshake. It's just നോർമലി നമ്മൾ ഒരാളെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് നോർമലി ചെയ്യുന്നതാണ്. ബട്ട് വെൻ യു പ്ലേസ് ദ ഹാൻഡ് അബോവ് ദ ഹാൻഡ് ഷേക്ക്, ഇപ്പൊ തന്നെ യു ക്യാൻ സി മുകേഷ് അംബാനി ഹീസ് ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് like both hands, right? രണ്ട് ഹാൻഡ്സ് അയാൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ദാറ്റ് ഇസ് സംതിങ് കോൾഡ് യുനോ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു സിമ്പിൾ ആണ്. ദാറ്റ് ഷോസ്, ഓക്കെ, ദാറ്റ് ഷോസ് കെയർ. ഇഫ് യു ആർ ടേക്കിംഗ് യുനോ ഒബാമ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ നോക്കുമ്പോൾ വെൻ ദേ ഷേക്ക് ഹാൻഡ്സ് വിത്ത് മെൻ ദേ ഡു ഇറ്റ് ലൈക്ക് ദിസ് നോർമലി. പക്ഷെ ഒരു വിമന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ദേ യൂസ് ബോത്ത് ഹാൻഡ്സ്. ഓക്കെ, ദാറ്റ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് ഷോയിങ് പ്രൊഫഷണലിസം. മനസ്സിലായോ? സോ ദീ സ്മോൾ ആസ്പെക്ട്സ് shows like എന്താ പറയാ how like that first impression സംഭവില്ലേ, these small aspects shows all these things, okay, which is really important when it's come to networking and you know making yourself noticeable out of the whole crowd. Okay, so the next thing, active listening. Oh my god, very 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 important. ഇന്നത്തെ ലോകത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ പറയും if you want to you know network with people, ആൾക്കാർ നിന്നെ നോട്ടീസ് ചെയ്യണമെങ്കിൽ you have to become someone very interesting. നീ അടിപൊളിയാക്കണം, നീ അടിപൊളിയാവണം. I think using both hands for handshake is not common in professional world. No, the thing is professional world like using both hands not just means like എന്താ പറയാ it's not just like professionally പാടില്ല എന്നല്ല, it shows that you are with them, like it's a you know sign of care. Okay, so when it comes to shaking hands with a woman, most people uses idukku endha both hands for shaking hands with women. Okay, men ആവുമ്പോൾ ഒരു ഹാൻഡ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ പറയാ പ്രൊഫഷണൽ വേൾഡിൽ കോമൺ അല്ല എന്നല്ല, പ്രൊഫഷണൽ വേൾഡിൽ കോമൺ അല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇറ്റ് ഹാസ് സം ഇമ്പോർട്ടൻസ്. ഓക്കെ, കോമൺ അല്ല എന്ന് പറയുന്നത് I don't think. Okay, so yeah, coming back to active listening,
ഇതിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ലൈക്ക് ഇഫ് യു വോണ്ട് ടു നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ, അല്ലെങ്കിൽ ആൾക്കാർ നിന്നെ നോട്ടീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ വെൻ ദേ വോണ്ട് ടു മേക്ക്, അല്ലെങ്കിൽ വെൻ ദേ വോണ്ട് ടു നോട്ടീസ് യു, അല്ലെങ്കിൽ വെൻ ദേ വോണ്ട് ടു, യു ഷുഡ് ബി സമ്മൺ ഹു ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കുറെ എന്താ പറയാ അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ടു മേക്ക് യുവർ സെൽഫ് റിയലി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാട്ട് ഐ വുഡ് സേ ഇസ്, don't be someone really interesting, be someone who is really interested in. Okay, that was yeah, don't be interesting, be someone who is interested. Because ഇന്നത്തെ ലോകത്ത് സംസാരിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. Lot of people want to talk, but only few people want to listen, അല്ലെങ്കിൽ few people will listen. Okay, ഇപ്പൊ നമ്മൾ ചുറ്റും എടുത്തു നോക്കിയാലും ഒരുപാട് ആൾക്കാർക്ക് പറയാൻ കഥകളുണ്ട്, പറയാൻ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആക്ച്വലി ലിസൺ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. സോ ബി ദാറ്റ് പേഴ്സൺ ഹു ലിസൺസ്, ദാറ്റ് മേക്സ് യു ഡിഫറെന്റ് ഔട്ട് ഓഫ് ദ ക്രൗഡ്. ഓക്കെ, rather than going and being someone who is really interesting, be someone who is really interested in. ചോദ്യങ്ങൾ ചോദിക്കുക. ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹിയറിംഗ്. ഇപ്പൊ തന്നെ ലൈക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ചോദിക്കുക. Take that opportunity. ഇപ്പോ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞു, ഇഫ് യു വോണ്ട് ടു ഹാവ് സ്ട്രൈക്ക് എ കോൺവെർസേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ, നേരെ പോയിട്ട് സർ യുവർ ഹെയർ ഇസ് റിയലി ഗുഡ് ലുക്കിംഗ്, സർ നിങ്ങളുടെ സൂട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. റാദർ ദൻ കോംപ്ലിമെന്റിംഗ് ഓൺ ഓൾ ദ ഫിസിക്കൽ ആസ്പെക്ട്സ്, കോംപ്ലിമെന്റ് ഓൺ വാട്ട് ദേ ഡിഡ്, വാട്ട് ദേ സ്പോക്ക് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഒക്കേഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ ബിൽഡ് ദറ്റ് ആക്റ്റീവ് ലിസണിംഗ് പാർട്ട് എന്ന് പറയുന്നത്. നേരെ കേട്ടിരിക്കുക. നേരെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let that idea sink inside yourself. Okay, sink inside yourself, ask doubt. Okay, so all these things comes under active listening. I hope you got what I meant. Manslangil, do give thumbs up. Yes. And the next thing is use names. Okay, use names എന്ന് പറയുമ്പോൾ which is really important, guys. നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ കുറെ ആൾക്കാർ മറന്നു പോകുന്ന, പേര് പെട്ടെന്ന് മറന്നു പോകും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇനിഷ്യലി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ പേര് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വെൻ യു വോണ്ട് ടു മേക്ക് എൻ ഇംപ്രഷൻ, യു ഹാവ് ടു റിമെമ്പർ ദീസ് നെയിംസ്. ഇപ്പോ ഇമാജിൻ നിങ്ങൾ തന്നെ ഒരു റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന്, നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരാൾ വന്നിട്ട് കോളിങ് യുവർ നെയിം ആൻഡ് അപ്രോച്ചിങ് യു, യുൽ ഡെഫിനറ്റ്ലി നോ ദറ്റ് പേഴ്സൺ, അല്ലെ? നിങ്ങൾ ആ ആളെ പറ്റി എന്തായാലും ഓർത്തിരിക്കും. There is this famous quote which say that people often forget what you said, but they never forget how you made them feel. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? There is famous quote which says that people often forget what you said, but they never forget how you made them feel. Yes, so that is exactly what this thing is. ഈ നമ്മൾ ഈ പേര് ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഓക്കെ ദാറ്റ് പേഴ്സൺ ഇസ് ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ഇൻ മീ, അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ നോസ് me എന്ന് പറയുമ്പോൾ തന്നെ they'll have this feeling, so they'll never forget you. So നിങ്ങൾക്ക് പേര് മറന്നു പോകുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് try to overcome that, because it is really important. Okay, ആൾക്കാരെ പേര് ഓർത്ത് വയ്ക്കുക is very 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 important. ഞാനിതിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. Okay, so next, the T model. Okay, ഈ T ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിൽ 2 parts ഉണ്ട്. Okay, that is ഒരു horizontal പാർട്ടും ഒരു vertical പാർട്ടും. I think my screen changed. Wait a second. Okay, ഒരു horizontal പാർട്ടും ഒരു vertical പാർട്ടും ഉണ്ട്, അല്ലെ? This horizontal part എന്ന് പറയുന്നത് shows like you. Okay, let me get this very straight. ഇപ്പൊ നിങ്ങൾ ഏതൊരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് എടുത്ത് നോക്കിയാലും they have this T model in their life. Okay, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു നെറ്റ്വർക്കിങ്ങിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഈ T മോഡൽ എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എടുത്ത് നോക്കിയാലും അവർ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ T മോഡൽ എന്ന് പറയുന്നത്. T മോഡൽ ഇസ് ബേസിക്കലി ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു ലൈനിന് അധികം ഡെപ്ത് ഇല്ല, പക്ഷെ നല്ല വൈഡാണ്, അല്ലെ? ഒരു ലൈൻ നല്ല വൈഡാണ് പക്ഷെ ഡെപ്ത് ഇല്ല. പക്ഷെ രണ്ടാമത്തെ ലൈൻ ഭയങ്കര ഡീപ്പാണ്, അധികം വൈഡ് അല്ല. ഓക്കെ, സോ ദ തിങ് ഇസ്, ഈ ഡീപ്പ് അല്ലാത്ത ലൈൻ, ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് യുവർ പ്രസൻസ് ഇൻ ഓൺലൈൻ. ഓക്കെ, ഇപ്പൊ ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഓൺലൈൻ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പ്രസൻസ് ആണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ is your physical presence. Okay, if you take a very famous influencer, let's just say
let's just say Priyanka Chopra is a very she's not an influencer, but she's a very good actor. അപ്പൊ പുള്ളിക്കാരിയുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷീസ് വെരി ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ. അതേപോലെ തന്നെ ഫിസിക്കൽ ഇവന്റ്സിലും ഷീസ് പ്രസന്റ്. ഇഫ് യു ടേക്ക് അനദർ പോഡ്കാസ്റ്റർ, say Raj Sharmani. Have you heard about this podcaster? Raj Sharmani. Yes. പുള്ളിക്കാരന്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ he's very active in YouTube, in social media and everything. അതേപോലെ തന്നെ he do gives talks. So he's following that T model. അതേപോലെ തന്നെ like in our life also, it will be very good when we follow this T model. അത് തന്നെ as you said, LinkedIn അങ്ങനത്തെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അവൈലബിൾ ആവുക. ആൻഡ് ഓൾസോ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുമ്പോൾ ടോക്ക് സെഷൻസ് കൊടുക്കാനല്ല, ഇപ്പം കോൺഫറൻസസ് ആണെങ്കിലും ഇവന്റ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആവുക, ഫിസിക്കലി പ്രസന്റ് ആവുക. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ബേസിക്കലി ദിസ് T model is referring to. Okay, next is growing your network. നമുക്ക് എങ്ങനെ നെറ്റ്വർക്ക് വളർത്താം? ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഇനിഷ്യലി പറഞ്ഞായിരുന്നു, ലൈക്ക് നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ, നിങ്ങൾക്ക് ഇത്ര കണക്ഷൻസ് ഉണ്ട്, നിങ്ങൾ പോയി ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൽ എത്ര ആൾക്കാർ റിപ്ലൈ തരും എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞു 0 തരും, ഔട്ട് ഓഫ് ദ ബ്ലൂ പോയി മെസ്സേജ് അയച്ചാൽ അവർ തരില്ലല്ലോ എന്നുള്ള രീതിയിൽ. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ പോയി മെസ്സേജ് അയക്കല്ല, ടു ഹാവ് എന്താ പറയാ കോൺവെർസേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഞാൻ ഇതിനൊരു ടിപ്പ് പറയാം. ഓക്കെ, ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ ഫോളോ ചെയ്തോ. ഓക്കെ, ഐഡന്റിഫൈ യുവർ ഡ്രീം. വാഹ്, എന്താ അല്ലേ ഐഡന്റിഫൈങ് യുവർ ഡ്രീം. ഇത് നമ്മളിങ്ങനെ ജീവിതം ഐഡന്റിഫൈ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, വാട്ട് യു വോണ്ട് ടു ബിക്കം അങ്ങനത്തെ ഡ്രീം ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഐഡന്റിഫൈ വാട്ട് യു വോണ്ട് ടു ബി വിത്തിൻ 2 or 3 months. Okay, 2 or 3 months, or it can be years, it's up to you. Okay, like 2 or 3 months what you want to be എന്ന് പറയുമ്പോൾ it can be like എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കണം, അതാണ് എന്റെ ഡ്രീം. ഓക്കെ, എനിക്ക് AI പറ്റിയിട്ട് അല്ലെങ്കിൽ LLM പറ്റിയിട്ട് ഫുൾ ആയിട്ട് അറിയണം, ദാറ്റ് ഇസ് മൈ ഡ്രീം. ഓക്കെ, അതൊരു ഡ്രീം ആവാം. അല്ലെങ്കിൽ എനിക്കൊരു ഇന്റേൺഷിപ്പ് ലാൻഡ് ചെയ്യണം, അതാണ് എന്റെ ഡ്രീം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ഈ ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ എനിക്ക് കയറണം. ഓക്കെ, ഐ വോണ്ട് ടു ഗെറ്റ് പ്ലേസ്ഡ് ഇൻ ദിസ് കമ്പനി, ദാറ്റ് ഇസ് മൈ ഡ്രീം. ഓക്കെ, ജസ്റ്റ് ഫിക്സ് ദാറ്റ്. എന്താണ് നിങ്ങളുടെ ഡ്രീം എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യാം. Okay, this is a framework. Okay, hear me out. And the second thing that you have to do is find people around that dream. Okay, find the network around the dream. Ipo let's just say നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയണം. സോ ആ ടോപ്പിക്കിനെ പറ്റി അറിയാൻ ചാൻസ് ഉള്ള ആൾക്കാർ എന്തൊക്കെയായിരിക്കും? അപ്പൊ അത് പബ്ലിഷ് ചെയ്ത് ഏതെങ്കിലും ഇപ്പോ LLM പറ്റിയിട്ട് അറിയണമെങ്കിൽ, LLM ഇപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ടോപ്പിക് പറ്റി പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരിക്കും, അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ലാൻഡ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ലെറ്റ്സ് ജസ്റ്റ് സേ കമ്പനി, ഇപ്പോ IBM എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ, ജസ്റ്റ് ഗോ അറൌണ്ട് ദ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ഇസ് വർക്കിംഗ് ഓവർ ദെയർ, അവരുടെ എക്സ്പീരിയൻസ്, അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ആൾക്കാരെ try to find out, try to identify. Okay, and the next thing is, which is very important, 3:1 rule. Okay, 3:1 rule, which is 3 impressions and 1 ask. 3 impressions and 1 ask. 3 impressions എന്ന് പറഞ്ഞാൽ that is 3 positive interactions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവർക്ക് മെസ്സേജ് അയക്കണം. എങ്ങനെയാ? 3 തവണ, ലൈക്ക് മൂന്ന് ഇംപ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഡേയ്സോ വരുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുക. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ക്രിസ്മസ് ഓർ ഓണം, അങ്ങനത്തെ കാര്യം ഹാപ്പി ഓണം സർ, ഹാപ്പി ഈസ്റ്റർ സർ, അങ്ങനത്തെ രീതിയിലൊരു മെസ്സേജ് അയക്കുക. പിന്നെ അവരെന്തെങ്കിലും അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞാൽ അതിനെ റെഫർ ചെയ്ത് യു ക്യാൻ മെസ്സേജ് ദം. ദ തേർഡ് തിങ് ഇസ് ഇഫ് ദേ ഹാവ് ഡൺ സം വർക്ക്, അവരെന്തെങ്കിലും ഒരു വർക്കോ അവരെന്തെങ്കിലും ഒരു സെഷനോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ട് അവർക്കൊരു ഫീഡ്ബാക്കോ അവർക്കൊരു മെസ്സേജോ അയക്കാം. ദെൻ യു ക്യാൻ ആസ്ക് ഫോർ എ ഓപ്പർച്യൂണിറ്റി. ഞാനിപ്പോ പറഞ്ഞില്ലേ, ലൈക്ക് റാൻഡം ആയിട്ട് പോയി ഒരാൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരാൻ പോണില്ല. they'll be considering you as a random person who came to LinkedIn and thinking okay LinkedIn ജോലി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കും. അതേസമയം if you want to have a proper network, proper connection with that person, just know what he's doing, just strike a conversation regarding the work he's doing, ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് അയച്ചതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. Then ask for an opportunity. He'll definitely give you. Okay, this is the
3-1 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I hope you got what I said. Okay, so identify the dream. Like നമുക്ക് എപ്പോഴും എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്ന് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാലേ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ഐഡന്റിഫൈ എ ഡ്രീം. ഇറ്റ് ക്യാൻ ബി ബിഗ്, ഇറ്റ് ക്യാൻ ബി സ്മോൾ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഹാവ് എ പ്രോപ്പർ പേർപ്പസ്, ലൈക്ക് വാട്ട് യു വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ പേർപ്പസ് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ദ സെക്കൻഡ് തിങ് ഇസ് identify the network around that particular dream, and then 3-1 rule, then you will be landing on that dream. Okay, so yes, ini ഞാൻ പറയാൻ പോകുന്നത് misconceptions about networking. ഇത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അയ്യോ സോറി, ഇത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻ എന്താണെന്നറിയോ? നെറ്റ്വർക്കിംഗ് എക്സ്ട്രോവേർട്സിന് വേണ്ടിയിട്ടുള്ള മാത്രം പണിയാണ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ വളരെ ഉണ്ട്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ്? ലൈക്ക് എക്സ്ട്രോവേർട്സിന് വേണ്ടി മാത്രമുള്ളതാണ് നെറ്റ്വർക്കിംഗ്. അല്ലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അവർ പറയും ഓ അവൻ പിന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് അവന് കിട്ടും എന്ന് ആൾക്കാർ പറയും. സോ വാട്ട് ഡു യു തിങ്ക്? ഇസ് ഇറ്റ് ഓൺലി ഫോർ എക്സ്ട്രോവേർട്സ്? Haven't heard it, but what I feel, yeah, no, it's not. ഇപ്പോ haven't heard, പക്ഷെ I've heard like എന്റെ ഇതിലൊക്കെ പറയും പിന്നെ അവർക്ക് ഭയങ്കര കണക്ഷൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആളല്ലേ, അപ്പൊ അവരങ്ങ് എടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ I've heard. സോ ലൈക്ക് ആൾക്കാർ പറയും എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ അവർക്ക് നെറ്റ്വർക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നോ, ഇറ്റ്സ് നോട്ട്. ഇൻട്രോവേർട്സിന് കുറച്ചും കൂടെ എന്താ പറയാ, ഈ സാധനത്തിൽ നിന്ന് കുറച്ച് മെറിറ്റ്സ് കിട്ടും. സി, ഇൻട്രോവേർട്സ് എന്ന് പറയുമ്പോൾ അവർ സംസാരിക്കില്ല. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. നിങ്ങൾ ആരൊക്കെ ഇൻട്രോവേർട്സ് ആണ്? അത് കേട്ടെ. ഇൻട്രോവേർട്സ് ഒക്കെ കൈവെക്കൂ. യൂഷ്വലി ഇപ്പൊ പുതിയ പേരൊക്കെ വന്നല്ലോ, ഇൻവേർട്ടർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. യെസ്, സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർക്ക് നെറ്റ്വർക്കിംഗ് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ആംബിവേർട്ട്. ഓക്കെ, അവിടെ ഇല്ല ഇവിടെ ഇല്ല. ഓക്കെ, ഇൻട്രോവേർട്ട് കുറെ ഉണ്ടല്ലോ. ഓക്കെ, 13 plus introvert. Oh my god. If being awkward in a convo was a competition, I would score first. Okay. ചില സമയം നമ്മളിങ്ങനെ ആൾക്കാർ വിചാരിക്കും സൈലൻസ് ഭയങ്കര ഓക്വേർഡിനെ റെഫർ ചെയ്യുന്നൊരു സാധനമാണെന്ന്. പക്ഷെ ഐ ആം നോട്ട് I don't agree with that completely, because sometimes silence means letting the idea sink in എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ കോൺവെർസേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ കുറെ നേരം ആകുമ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോ വാട്ട് ഐ ഇന്റർപ്രറ്റ് ദാറ്റ് ഇസ് ലൈക്ക്, എനിക്കും തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒരാളൊരു വലിയ സാധനം പറഞ്ഞിട്ട് പോകുമ്പോ you need that you need the time to let that idea sink in, right? Appo don't consider every silence as an awkwardness, rather consider it as a space for sinking all the things that you said. Yes, okay. അത്യാവശ്യം ഇൻട്രോവേർട്സ് ഉണ്ട് അല്ലെ. ഇൻട്രോവേർട്സിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they listen a lot. ഇൻട്രോവേർട്സിന് സംസാരിക്കുന്നതിനെ കാട്ടി അവർക്ക് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അങ്ങനെയാണോ? Yeah, I do. Yes, they like to listen a lot. Yes. Oh, finally, yes. Okay, I decoded. Okay, so ഈ ലിസണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം is really important when it comes to networking. ഞാൻ പറഞ്ഞില്ലേ, ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നെറ്റ്വർക്കിങ്ങിന്റെ ആസ്പെക്ടിലേക്ക് വരുമ്പോൾ. സോ ഈ ഇൻട്രോവേർട്സിന്റെ ആൾക്കാർക്ക് ദേ ക്യാൻ ബി എ വെരി ഗുഡ് നെറ്റ്വർക്ക്, ലൈക്ക് പീപ്പിൾ ഹു ക്യാൻ മേക്ക് നെറ്റ്വർക്ക്. ആ ഒരു ആസ്പെക്ട് അവർക്ക് കൂടുതലാണ്, കാരണം അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിങ്ങിന്റെ ആസ്പെക്ടിൽ കേൾക്കുന്ന സംഭവം ഇസ് റിയലി ഇമ്പോർട്ടന്റ്. കാരണം ഇന്നത്തെ ആസ് ഐ സെഡ്, ഇന്നത്തെ ലോകത്ത് ഈ സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ കാട്ടി കേൾക്കുന്ന ആൾക്കാരെ കിട്ടാൻ വളരെ കുറവാണ്. അപ്പൊ ഇൻട്രോവേർട്സിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ they listen a lot, so they can have a very good connection with people, but won't ask if a doubt arrives. That is lack of confidence എന്ന് പറയും. സി, ഞാൻ ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അകത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി ലൈക്ക് ഡ്രസ്സിങ്, മറ്റു കാര്യങ്ങളല്ല, കോൺഫിഡൻസും വേണം. ദാറ്റ് ഓൾസോ ഇസ് ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങള് എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇസ് ലൈക്ക് കോളേജിലെ ഫസ്റ്റ് ഡേയുടെ സമയത്ത്
ഓരോ ആൾക്കാർ ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ ദി ഓറ ദറ്റ് യു ഗെറ്റ് എന്ന് പറയില്ലേ, ദാറ്റ് ഇസ് ബേസിക്കലി ദി കോൺഫിഡൻസ് ദറ്റ് ദേ ഗിവ് യു അല്ലേ. സോ നെറ്റ്വർക്കിംഗിൽ ലിസ്ണിങ്ങിന്റെ അതേ രീതിയിൽ ഇമ്പോർട്ടൻസ് ആണ് കോൺഫിഡൻസിനും ഉള്ളത്. പക്ഷെ ലിസ്ണിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ തന്നെ എന്താ ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി കേട്ടിരിക്കുക, അതൊന്ന് ആ ഐഡിയക്ക് സിങ്ക് ഇൻ ചെയ്ത് അതൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലെ, ഇസ് ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് ഇസ് ഡിഫിക്കൽട്ട് ഓൾസോ. കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഇൻട്രോവേർട്സിന് ആ കാര്യത്തിൽ പ്രശ്നമില്ല. ജസ്റ്റ് ബിൽഡ് അപ്പ് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഉണ്ടാവുന്ന എങ്ങനെയാ? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു PPT 10 സ്ലൈഡ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവുന്ന 10 ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ 5-6 റൂൾസും ഫ്രെയിംവർക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ കമ്മ്യൂണിക്കേഷൻ വർക്ക്സ്. ഞാനിപ്പോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ബ്രീത്ത് എടുക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. വെൻ യു പ്രാക്ടീസ് ഓൾ ദീസ് തിങ് then only it works. ഇപ്പൊ ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ ദീസ് ആർ ദ ടിപ്സ് ആൻഡ് ട്രിക്സ് വിച്ച് ഐ കൻ ഗിവ് യു. ഓക്കെ, നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് നാളെ ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഗ്രോത്തിനും ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ഔട്ട് ദെയർ ആൻഡ് മേക്ക് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ മേക്ക് കണക്ഷൻസ് വിത്ത് പീപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്ലൈഡിൽ ഇതൊക്കെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, മനസ്സിലായോ? സോ when it comes to confidence and all, what I can suggest you is പോവാ, just go there and do it. Okay, ചില സ്ഥലത്തേക്ക് വർക്ക്ഔട്ട് ആവില്ല, ചില സ്ഥലത്തേക്ക് ഭയങ്കരമായിട്ട് നാണം കിടും, അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വാട്ട് ഇൻ മൈ ചോയ്സ് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് all those failures will get you to a position എന്നാ ഞാൻ പറയും. ഇറ്റ്സ് ലൈക്ക് ഒരുപാട് വീഴുമ്പോഴാണല്ലോ നമ്മൾ നടക്കാൻ പറ്റുന്നത്. കുറച്ച് ഫിലോസഫി ആയിപ്പോയി, എന്നാലും that is how things work. Okay, so for the introverts, it's a very good thing that you guys have listening capability. So that is not something that everyone gets. അത് ട്രെയിൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇൻട്രോവേർട്സിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ലിസ്ണിംഗ് കപ്പാസിറ്റി ഉണ്ട്. സോ യു ജസ്റ്റ് നീഡ് കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞാൽ യു ആർ ഡാം റെഡി. ഓക്കെ, സോ ദ നെക്സ്റ്റ് മിസ്കൺസെപ്ഷൻ ഇസ് ഐ നെറ്റ്വർക്ക് വെൻ ഐ നീഡ് എ ഇന്റേൺഷിപ്പ് ഓർ എ ജോബ്. ഈ മൈൻഡ് സെറ്റ് വളരെ തെറ്റാണ്. അതായത് നാളെ ഞാൻ ഓക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ ആയതേ ഉള്ളൂ, ഫസ്റ്റ് ഇയർ ആയി, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ ആയി, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആയി, ഇനി ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ ജോലി മതി, അപ്പൊ പോയി ഏതെങ്കിലും ഒക്കെ ആൾക്കാരുമായിട്ട് ചോദിച്ച് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്ത് സാധനം എടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നോ, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഫ്രെയിംവർക്കും ഈ 3:1 റൂൾ എന്നൊക്കെ ഒറ്റ ഇവന്റിൽ പോയിട്ട് ഈ ചെയ്യുന്ന കാര്യമല്ല, അത് കുറെ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പോ like if you want to എന്താ പറയാ get something, അല്ലെങ്കിൽ if you want to I'm worried of making mistakes during conversation or public speaking. Okay, I'll get into that because I really do have a great point in that. ഞാൻ അതിനു മുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. പേരെന്തായിരുന്നു? യെസ്, ആശിഷ്. ഓക്കെ, ഐ നോ യു പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇതിന്റെ അകത്ത് ലൈക്ക് നെറ്റ്വർക്കിംഗ് നമ്മൾ അപ്പോ ഓക്കെ കമ്മിങ് ബാക്ക്, നമ്മൾ ആ സമയം എനിക്ക് ജോബ് കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടുന്ന സമയം ഞാൻ വെയിറ്റ് ചെയ്ത് പോയി നെറ്റ്വർക്കിംഗ് ഉണ്ടാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, ബിക്കോസ് റൈറ്റ് ടൈം ഇസ് നെവർ ദെയർ എന്ന് പറയാറില്ലേ. അതേപോലെ തന്നെ ഇഫ് യു വോണ്ട് ടു എന്താ പറയുക ഗെറ്റ് സംവെയർ, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു നോ സംതിങ് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കയറുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് യു ഗൈസ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ജോലി എന്ന് പറയുന്നതാണ് അവരുടെ ഡ്രീം. ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ടു ലാൻഡ് ഇൻ എ വെരി ഗുഡ് ജോബ്, ബി ഇൻഡിപെൻഡന്റ്, ഓൾ ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് സെയിം ആണ്. സോ ആ ഒരു ഡ്രീം ഉള്ള ആൾക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യലി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു ഡ്രീം മാത്രമല്ല, നിങ്ങൾ ഇനി കരിയറിലെ ഏത് വഴി എടുത്താലും നെറ്റ്വർക്കിംഗ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് ഇറ്റ് ബി എന്റർടൈൻമെന്റ് ഫീൽഡ്, എനി ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ വരുന്നതാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ലൈക്ക് തേർഡ് ഇയറിൽ എനിക്ക് ഇന്റേൺഷിപ്പ് വരുന്നുള്ളൂ, അപ്പൊ തേർഡ് ഇയറിൽ ഇവന്റ്സ് അറ്റൻഡ് ചെയ്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ തന്നെ ക്ലബ്സിൽ കയറണം, ഫസ്റ്റ് ഇയറിൽ തന്നെ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യണം, ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടുന്ന എല്ലാ പരിപാടിക്കും പോയി അവിടെ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കണം, കണക്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, ബിക്കോസ് റൈറ്റ് ടൈം ഇസ് നെവർ ദെയർ. ഓക്കെ, സെക്കൻഡ് തിങ്, കമ്മിങ് ബാക്ക് ടു ആശിഷ്. ഇനി എന്തായാലും എനിക്ക് അധികം സ്ലൈഡ് ഇല്ല, ഇല്ല. സോ ലെറ്റ് മീ കം ആൻഡ് clarify this. I'm worried about making mistakes during conversation or public speaking. നിങ്ങൾക്കൊക്കെ എങ്ങനെയാ എനിക്കിവിടെ കുറെ ആൾക്കാരെ അറിയാം. സോ അല്ലാതെ കോമൺലി ചോദിക്കുകയാണ്, പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? ഐ മീൻ യു ഗൈസ് ആർ കംഫർട്ടബിൾ വിത്ത് ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ് ആൻഡ് ടോക്കിംഗ് ഓർ ടു പീപ്പിൾ? നോ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നോ, ഓക്കെ. So one thing is
uh, let me just give the difference between public speaking and other thing. Okay, public speaking എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൗഡിന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന മാത്രമല്ല പബ്ലിക് സ്പീക്കിംഗ്. ഓക്കെ, പബ്ലിക് സ്പീക്കിംഗ് ഇസ് ലൈക്ക് ഗോയിങ് ആൻഡ് ഹാവിംഗ് കോൺവെർസേഷൻ വിത്ത് യുവർ മദർ, ഗോയിങ് ആൻഡ് ഹാവിംഗ് കോൺവെർസേഷൻ വിത്ത് യുവർ ഫാദർ, അതെല്ലാം പബ്ലിക് സ്പീക്കിംഗിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ബേസിക്കലി ദർ ആർ ഓൺലി 2 ടൈപ്പ് ഓഫ് സ്പീക്കിംഗ്, ഇന്റേണൽ സ്പീച്ചും പബ്ലിക് സ്പീക്കിംഗും. ഇന്റേണൽ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴാണ് ഇന്റേണൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഐ ഹാവ് സീൻ മൈ മോം ഡൂയിങ് ദാറ്റ്. അടുക്കളയിൽ അമ്മ ഒറ്റയ്ക്ക് അമ്മേന്റെ അടുത്ത് സംസാരിക്കും. സോ ദാറ്റ് കംസ് അണ്ടർ ഇന്റേണൽ സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ആൻഡ് ഹാവിംഗ് കോൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്, പാരന്റ്സ്, അല്ലെങ്കിൽ ടീച്ചർ, ആരെടുത്ത് 1-to-1 കോൺവെർസേഷനും അല്ലെങ്കിൽ ഗോയിങ് ആൻഡ് ഹാവിംഗ് കോൺവെർസേഷൻ വിത്ത് ഇൻ ഫ്രണ്ട് ഓഫ് 100 പീപ്പിൾ, അതൊക്കെ പബ്ലിക് സ്പീക്കിംഗിന്റെ അണ്ടറിലാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയില്ല, അമ്മേന്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയില്ലല്ലോ അല്ലേ? അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയില്ല, അമ്മേന്റെ അടുത്ത് സംസാരിക്കാൻ പേടിയില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാൻ പേടിയില്ല. പിന്നെ വൈ ഇറ്റ് ഹാപ്പൻസ് വെൻ യു കം വെൻ യു ഫേസ് എ ക്രൗഡ്? Why it happens? Why it happens? Fear of judgment. Okay. ലൈക്ക് അവരെന്നെ ഞാൻ തെറ്റിച്ചത് അവർ കണ്ടുപിടിക്കോ, ഞാൻ തെറ്റിച്ച അവരെന്നെ എന്ത് വിചാരിക്കും, അയ്യോ എനിക്ക് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ എന്താ പറയാ ഇടയ്ക്ക് വെച്ച് ഞാൻ നിന്നുപോയ എന്ത് ചെയ്യും, സ്റ്റക്കായി പോയ എന്ത് ചെയ്യും. സി, നിങ്ങൾ എപ്പോഴും പബ്ലിക് സ്പീക്കിങ്ങിൽ വരുമ്പോ വെൻ യു ഗോ ആൻഡ് ടോക്ക്, ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയും. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോ ഇന്ന് ഈ സെഷൻ എടുത്തുമ്പോ ദർ ആർ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഐ മെയ്ഡ്. ഓക്കെ, ബട്ട് ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ. ആഫ്റ്റർ ദിസ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കും. ഓക്കെ, സോ വെൻ യു ആർ റൈറ്റ് ഓൺ ദറ്റ് സ്റ്റേജ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, പുട്ട് യുവർ ഓഡിയൻസ് ഫസ്റ്റ്. ഓക്കെ, പബ്ലിക് സ്പീക്കിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ എല്ലാ പേടിയുടെയും ആസ്പെക്ടിന്റെ ബാക്കിൽ മീ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഇട്ട 2 കമന്റിൽ തന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് പറഞ്ഞു. ഈ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്നെ കാണാൻ കൊള്ളാവോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കണ്ടന്റ് തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ എന്താ പറയാ ഇടയ്ക്ക് വെച്ച് എനിക്ക് സ്റ്റക്ക് ആയാലോ, ഞാൻ നിന്നു പോയാലോ, ഈ എല്ലാത്തിലും ഞാൻ 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 എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നുണ്ട്. വെൻ യു ടേക്ക് യുവർ സെൽഫ് ഔട്ട് ഓഫ് ദാറ്റ് തിങ്കിങ് അല്ലെങ്കിൽ ആ തോട്ട്, യു കെൻ ഡു റിയലി വെൽ. ഓക്കെ, അവിടെ നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന തോട്ട് മാറ്റി നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്ന തോട്ട് വെക്കണം. like whenever you go to speak, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനോ പോകുമ്പോൾ the first thing you need is have purpose. ഓക്കെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത് എന്താണ്, അല്ലെങ്കിൽ what is my aim എന്നുള്ളൊരു പ്രോപ്പർ പേർപ്പസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, the second thing is remove yourself out of the thought. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാം ആൻഡ് പ്ലേസ് യുവർ ഓഡിയൻസ് ഇൻ ദാറ്റ് തോട്ട്. അതായത് ഞാൻ എന്ന് വന്നിരിക്കുന്നത് ടു ലെറ്റ് യു നോ അബൌട്ട് നെറ്റ്വർക്കിംഗ്, സോ ദാറ്റ് ഇസ് മൈ പർപ്പസ് ആൻഡ് മൈ എയിം, അല്ലെങ്കിൽ എന്റെ തോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് എത്ര നന്നായി മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് എന്റെ ലൈക്ക് ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഇൻ എ വേ ദറ്റ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൽ. ഓക്കെ, ഐ എം നോട്ട് തിങ്കിങ് ലൈക്ക് ഞാൻ തെറ്റിച്ചു പോവോ, അല്ലെങ്കിൽ എന്നെ അവർ ജഡ്ജ് ചെയ്യോ, നിങ്ങൾ എന്നെ ഇത് കഴിഞ്ഞിട്ട് അയ്യേ ചേച്ചി അവിടെ തെറ്റിച്ചു, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ അവിടെ ശരിയായില്ല എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഇൻ എ വേ ദറ്റ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ ഐ എം പ്ലേസിങ് യുവർ സെൽഫ്, അല്ല ഐ എം പ്ലേസിങ് യു ഗൈസ് ഇൻ മൈ തോട്ട്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് എ വെരി ഗുഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. ഇപ്പോ ചില ആൾക്കാരൊക്കെ പറയും പബ്ലിക് സ്പീക്കിംഗ് കയറുമ്പോൾ ലൈക്ക് സ്റ്റേജിൽ കയറുമ്പോൾ തിങ്ക് ഓഫ് യുവർ ഓഡിയൻസ് ഇസ് നേക്കഡ്. ഓക്കെ, അവർ നേക്കഡാന്ന് വിചാരിച്ചാൽ അപ്പൊ ഭയങ്കര മനഃശക്തി വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ജസ്റ്റ് റിമൂവ് യുവർ സെൽഫ് ഫ്രം ദ തോട്ട്, ദെൻ ഇറ്റ് വിൽ വർക്ക്. ആൻഡ് ദ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് യു ടു know is ഏതൊരു സ്പീച്ച് കണ്ടാലും അല്ലെങ്കിൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കോൺവെർസേഷൻ കഴിഞ്ഞാലും ask these 3 questions, like what went right, what went wrong, and what can be improved. Okay, ask these 3 questions to yourself. മൈൻഡിൽ ഫിയർ ഉള്ള പോലെ തോന്നും, ബട്ട് സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ബിക്കംസ് നംബ് ആൻഡ് കോൾഡ്. അപ്പൊ തന്നെ ഉള്ള കോൺഫിഡൻസ് പോകും. യെസ്, സി ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങളെ ലൈക്ക് ആ ഒരു
മൈൻഡിൽ വരുന്ന തോട്ട് എന്ന് പറയുന്നത് എന്നെ ഇത്ര ആൾക്കാർ നോക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഇത്ര അറ്റൻഷൻ കിട്ടുന്നുണ്ട്. സോ യു ആർ പ്ലേസിങ് യുവർ സെൽഫ് ഇൻ ദ തോട്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഫിയർ വരും. നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഫിയർ വരില്ല. ജസ്റ്റ് തിങ്ക് ഓക്കെ, ഹൗ ക്യാൻ ഐ പ്രസന്റ് ഇറ്റ് ഇൻ എ വേ ദാറ്റ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് എങ്ങനെ മനസ്സിലാവും, അവർക്ക് ഇത് കിട്ടുന്നുണ്ടോ, അവർക്ക് കുറച്ച് എൻജോയ്ഡ് ആയിട്ട് ഈ ടോപ്പിക് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും. സോ യു പ്ലേസിങ് യുവർ ഓഡിയൻസ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇമ്പോർട്ടൻസ് വെക്കുമ്പോൾ യു വിൽ ബി തിങ്കിങ് അബൌട്ട് ദെയർ തിങ്. ലൈക്ക് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാം. അവിടെ നിങ്ങളും നിങ്ങളുടെ മുടി എങ്ങനെയാ, നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുന്നില്ല. സോ ഡു ട്രൈ ദാറ്റ് നെക്സ്റ്റ് ടൈം, then let me know whether it worked or not. ആനന്ദിന് എന്തെങ്കിലും പറയാനുണ്ടോ? നോ ചേച്ചി, ഐ എം ഷുവർ ചേച്ചി പറഞ്ഞ കാര്യം ട്രൈ ചെയ്യാം. Yeah, because I am like ഞാൻ ഇതേപോലെയായിരുന്നു. ലൈക്ക് ബിക്കോസ് why I'm saying all this thing because ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി യുനോ തെറ്റിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ നമ്മളെ പറ്റി ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ അതൊന്നും മീറ്റ് ചെയ്യാത്ത രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോളേജ് വാസ് എ ടൈം ഫോർ മീ ടു എക്സ്പ്ലോർ ഓൾ ദാറ്റ്. കാരണം സ്കൂൾ കഴിഞ്ഞ് ഞാൻ പിന്നെ കോളേജിൽ കയറിയപ്പോൾ I got all these opportunities. ഞാൻ അതൊക്കെ ഏറ്റെടുത്തു, കുറെ സ്ഥലത്ത് തെറ്റിച്ചു, കുറെ സ്ഥലത്ത് നന്നായി ചെയ്തു. അപ്പൊ ടുഡേ ഐ ആം ഇൻ എ പ്ലേസ് വേർ ഏതൊരു പരിപാടി വന്നാലും അല്ലെങ്കിൽ ഏതൊരു കാര്യം വന്നാലും എന്റെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ആസ്ക് ദർ. ബിക്കോസ് ഞാനൊരു കാര്യം പറ്റേ, നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് പോലെ വേറെ ആരും നിങ്ങളെ പറ്റി ചിന്തിക്കില്ല. ഐ ആം പുട്ടിങ് ഇറ്റ് റൈറ്റ് ഔട്ട് ദർ. ബിക്കോസ് നമ്മളെ പറ്റി ചിന്തിക്കുന്ന പോലെ വേറെ ആർക്കും ലൈഫിൽ നമ്മളെ പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല. അവരെ പറ്റി തന്നെ ചിന്തിക്കുള്ളൂ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ വിൽ ബി തിങ്കിങ് അബൌട്ട് യു ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്. അതെന്തായാലും ഇല്ല. കാരണം നിങ്ങൾ മാത്രമേ, നിങ്ങൾ ഇത്ര പ്രഷ്യസ്, നിങ്ങൾ മാത്രമേ നിങ്ങളെ ഇത്ര എന്താ പറയുക, നിങ്ങൾ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞ് കീനായിട്ട് നോക്കി കാണുന്ന നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് നോ വൺ ഇസ് ഹാവിങ് ടൈം ഫോർ ദാറ്റ്. സോ അങ്ങനത്തെ ഒരു തോട്ട് മനസ്സിൽ വരാം. സ്പോട്ട്ലൈറ്റ് എഫക്ട്സ് ഇസ് എ റീസൺ ഐ തിങ്ക് സോ. സോ സോ ഡോണ്ട് കൗണ്ട് എവറിത്തിങ് ലൈക്ക് എല്ലാ മിസ്റ്റേക്സും ഭയങ്കര വലിയ തെറ്റാണെന്നൊന്നും don't think like that. And please make use of every opportunity that you get. It is very very important. പ്രത്യേകിച്ച് നിങ്ങൾ കോളേജ് ലൈഫിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കാണുമ്പോൾ അങ്ങ് എടുക്കുക. ഓക്കെ, ബിക്കോസ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഡു ഓൾ ദിസ്. കാരണം നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് വരുമ്പോഴോ അല്ലാത്ത ലൈഫിലേക്ക് വരുമ്പോഴോ നിങ്ങളുടെ എല്ലാ മിസ്റ്റേക്സും ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആയിട്ട് കണക്കാക്കണം എന്നില്ല. അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും. സോ വാട്ട് യു ക്യാൻ ഡു റൈറ്റ് നൗ ഇസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എൻവയോൺമെന്റ് ആണ് കോളേജ്. കിട്ടുന്ന ഒരു സെഷൻ എടുക്കാൻ പറ്റുന്ന ചാൻസ് ആണെങ്കിൽ ചാടി എടുക്കുക. കിട്ടുന്ന ഒരു പരിപാടിയാണ് ആങ്കർ ചെയ്യാനെങ്കിൽ ചാടി എടുക്കുക. കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ചോദ്യം ചോദിച്ചൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്പീക്കറിന്റെ മനസ്സിൽ നമ്മളെ നോട്ടീസ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാടി എടുക്കുക. ബിക്കോസ് ദോസ് തിങ്സ് യു വിൽ ഓൺലി ഗെറ്റ് ഇൻ കോളേജ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോ വൺ വിൽ ബി ലൈക്ക് നോ ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദാറ്റ് ടു ഇതേപോലെ തെറ്റിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. സോ do all the trial and error thing in your college itself. Take every opportunity that you get, do it. How to have a conversation with a professional in person, like ingane events okay എന്താ നമ്മൾ പറയണ്ടേ എന്നൊക്കെ പറയോ ചേച്ചി? ഓക്കെ, ഇവന്റ്സിലൊക്കെ ഇപ്പോ ഇഫ് യു വോണ്ട് ടു സ്ട്രൈക്ക് എ കോൺവെർസേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ വെരി ഗുഡ് ഇവന്റ്, വെരി ഗുഡ് മൂവി ജേക്കബിന്റെ സ്വർഗരാജ്യം. യെസ്. സോ അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നുണ്ട്. നിവിൻ പോളിയുടെ അടുത്ത് അവന്റെ അച്ഛൻ പറയുന്നതാണ്, വെൻ യു ഗോ ടു മീറ്റ് എ ബിസിനസ് പേഴ്സൺ, സ്റ്റഡി അബൌട്ട് ഹിം, അല്ലെ, സ്റ്റഡി അബൌട്ട് ഹിം, നോ വാട്ട് ഓൾ തിങ്സ് ഹി ഹാവ് ഡൺ, എന്നിട്ട് വെൻ യു ഗോ ദർ യു ക്യാൻ സ്ട്രൈക്ക് എ കോൺവെർസേഷൻ റിയലി വെൽ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ വെൻ യു ഗോ ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ പേഴ്സൺ, അയാൾ എന്തെങ്കിലും വർക്ക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്ക്സ് വെച്ച് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാം. പിന്നെ ദർ ഇസ് ദിസ് മെത്തേഡ് കോൾ ഫോർഡ് എന്ന് പറയും, അതായത് ഫാമിലി, ഒക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ. അതായത് ഫാമിലി എന്താ കാര്യങ്ങൾ, ഒക്യുപ്പേഷൻ എന്താ, എവിടെന്നാ വരുന്നേ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് യു ക്യാൻ ഹാവ് സ്ട്രൈക്ക് എ കോൺവെർസേഷൻ. ഐ ഫീൽ ഐ എം ഇൻ എ വെരി കോമ്പറ്റേറ്റീവ് വേൾഡ്, ലൈക്ക് എവ്രി വൺ ആർ മീറ്റിംഗ് വിത്ത് പർപ്പസ് വിത്തൗട്ട് എ ഗുഡ് കണക്ഷൻ. Everyone are meeting with purpose without a good connection. ഒന്ന് സ്പെസിഫൈ ആവുക. എനിക്കൊന്ന് ക്ലിയർ ആയിട്ടില്ല. മൈക്ക് ഓൺ ചെയ്ത് പറയണം എത്ര നല്ലത്.
മൈക്ക് ഓൺ ചെയ്ത്. You get to ask something to me. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Only for purpose without having genuine connection. Okay. Everyone were meeting with purpose without a good connection, only for purpose without having genuine connection. എനിക്കിതൊന്നും ക്ലിയർ ആയിട്ടില്ല. ഐ എം റിയലി സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. I feel like ആവശ്യങ്ങൾക്ക് മാത്രം കണക്ട് ചെയ്യുക, അല്ലാതെ അവിടെ ഒരു ജെനുവിൻ കണക്ഷൻ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കിങ്ങനെ മനസ്സിലായത്. ജെന്യുവിൻ കണക്ഷൻ ഉണ്ടാക്കുന്നില്ല, ആവശ്യ നേരത്തെ മാത്രം വന്നു മിണ്ടുന്നു, അങ്ങനെയാണോ? ഓക്കെ. സി, നമ്മൾ കോമ്പറ്റേറ്റീവ് വേൾഡിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി ആർ ലിവിങ് ഇൻ എ വെരി കോമ്പറ്റേറ്റീവ് വേൾഡ്. ലൈക്ക് പണ്ടത്തെ കാലമൊക്കെ, ലൈക്ക് എൻ്റെ അച്ഛനമ്മയുടെയും കാലമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിന്റെ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ സപ്ലൈ ഉണ്ടെങ്കിലും ജോബിൽ ലാൻഡ് ആവുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ രീതി എത്തുമ്പോൾ കാലം മാറുന്നു, ടെക്നോളജി മാറുന്നു, ടെക്നോളജി മാറുന്നതനുസരിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാറുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാറുന്നതനുസരിച്ച് യുനോ മാർക്കിന്റെ കാര്യങ്ങളും എല്ലാം അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. സോ ലിവിങ് ഇൻ എ വെരി കോമ്പറ്റേറ്റീവ് വേൾഡ്. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇസ് ഹാർഡ്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരുന്നു. ആൻഡ് ഓൾസോ ലൈക്ക് യുനോ ജെന്യുവിൻ കണക്ഷൻ ഉണ്ടാവുന്നില്ല only for purpose എന്ന് പറഞ്ഞാൽ there are people who does that. പക്ഷെ വാട്ട് ഐ ബിലീവ് ഇസ് ജെന്യുവിൻ കണക്ഷൻ മേക്ക് ചെയ്യുന്ന ഫീലിങ്ങും പർപ്പസ് മാത്രം ഉണ്ടായി മേക്ക് ചെയ്യുന്ന ഫീലിങ്ങും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പോ ഒരാള് ആവശ്യ സമയത്ത് മാത്രം നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ വാങ്ങുമ്പോൾ ദാറ്റ് പേഴ്സൺ ഹൗ ദേ ആർ മേക്കിംഗ് യു ഫീൽ, ആൻഡ് ദർ ഇസ് അതർ പേഴ്സൺ who genuinely follow ups all your things, like നിങ്ങളുടെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നു കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ that person makes you feel in a different way, right? പക്ഷെ ഈ പർപ്പസ് കണ്ട് നമ്മള് ലൈക്ക് യുനോ മീറ്റ് ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ പർപ്പസ് കണ്ട് നമ്മളുടെ അടുത്ത് കണക്ഷൻ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാർ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി കനോട്ട് കംപ്ലീറ്റ്ലി സേ ദാറ്റ്. പക്ഷെ ജെന്യുവിൻ കണക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്, അല്ലെ? ഐ അഗ്രി വിത്ത് ദാറ്റ്. സോ ദാറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ നെറ്റ്വർക്കിംഗിന്റെ അകത്ത് വരുമ്പോൾ ഈ ജെന്യുവിൻ കണക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. സോ ബി ദാറ്റ് പേഴ്സൺ ഹു മേക്സ് ദ ജെന്യുവിൻ കണക്ഷൻ. അപ്പൊ അവര് നിങ്ങളെ കുറച്ചും കൂടെ ഓർത്തിരിക്കില്ലേ? ഞാൻ പറഞ്ഞ ഈ 3:1 റൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുക, ഇതൊക്കെ അപ്പൊ യു ഗെറ്റ് ദിസ് ഫീലിംഗ് ലൈക്ക് ഓക്കെ ദാറ്റ് പേഴ്സൺ ഇസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ മീ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹി ഈസ് റിയലി ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു തോട്ട് അവരുടെ പ്രോസസ്സ് കിട്ടുമ്പോൾ തന്നെ ദേ വിൽ റിമെമ്പർ യു വെൻ ഓപ്പർച്യൂണിറ്റി കംസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത് പോയി ചോദിക്കുമ്പോൾ തന്നെ ദേ ബി തിങ്കിങ് ഓക്കെ ദിസ് ഇസ് ദാറ്റ് പേഴ്സൺ ഐ മെറ്റ് ഓവർ ദെയർ. ഓ, ഈ കുട്ടിയാണല്ലേ എന്റെ മറ്റു വർക്കിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്തത് എന്നൊക്കെ ഒരു നിമിഷം ചിന്തിക്കും. ആൻഡ് യു മൈറ്റ് ലാൻഡ് ഓൺ എ ജോബ്. നോട്ട് ഓൺലി ജോബ് ഗൈസ്, എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും. ഓക്കെ, നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നാടോടുമ്പം നടുവേ ഓടണം എന്ന് പറയുന്ന പരിപാടി. അപ്പൊ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് എന്താ പറയാ സർവൈവ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിലും we need to do all this, right? We cannot change what is around us to an extent. Any other queries? I really like that you guys are discussing. ഇപ്പൊ ഞാൻ മാത്രം ചോദ്യം ചോദിച്ചു ഉത്തരം പറയുന്നതല്ല. If you have any like opinion, do take this opportunity and speak out. I think we have 125 people, 124 people. നിങ്ങൾക്കൊന്നും സംസാരിക്കാനും ചോദിക്കാനും ഒന്നുമില്ല? മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ. നത്തിങ്. എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിത്തിങ് ടു ആസ്ക് എന്നോട്? ഒന്നുമില്ല. ഞാനിപ്പോ ഭയങ്കര രസമായിട്ട് നെറ്റ്വർക്കിങ്ങിനെയൊക്കെ പറ്റി പറഞ്ഞതാണേ. പെട്ടെന്ന് ചോദിക്കുമ്പോ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കുക. Hello, ചേച്ചി. ഹായ് ആനന്ദ്.
ചേച്ചിയെ പറ്റി ഒന്ന് പറയോ? ഓക്കെ, ഫൈനലി. ഓക്കെ, ഞാൻ എന്നെ പറ്റി പറഞ്ഞായിരുന്നു. ഇൻ ദ സെൻസ് ഞാൻ ബിടെക് സ്റ്റുഡന്റ് ആണ്, മുത്തൂറ്റിലാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ ഡെസിഗ്നേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ കൊടുത്തത് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡ് എന്നാണ്. നിങ്ങൾ ആരും സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്താ സാധനം എന്ന് ചോദിച്ചില്ല. ഐ തിങ്ക് മെനി ഓഫ് യു ഗൈസ് മൈറ്റ് നോ വാട്ട് ഇസ്. അതായിരിക്കും ചോദിക്കാതെ. ആരെങ്കിലും അതിനെപ്പറ്റിയും കൂടെ പറയോ? എനിക്കറിയത്തില്ല, അതിനെപ്പറ്റിയും കൂടെ പറയോ? ഓക്കെ, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആണ്. നിങ്ങൾ എല്ലാവരും മ്യൂലോണുള്ള ആൾക്കാരല്ലേ, അപ്പൊ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയായിരിക്കും. ആ, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനോ ആരാധന. യെസ്, ഓഫ് കോഴ്സ് ഐ നോ. ബ്ലണ്ടർ ഐജിയുടെ ലീഡ് അല്ലേ ആരാധന. ഓക്കെ, സോ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. സ്ട്രാറ്റജിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? സ്ട്രാറ്റജിക് ലീഡർ. ഇവിടെ കുറെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ പിള്ളേർ ഇരിപ്പുണ്ട്. ഐ കൻ സീ ദാറ്റ്. അവര് പറയണമെന്നില്ല. സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? അറിയില്ലെങ്കിൽ തംസ് ഡൗൺ ഇട്ടോട്ടോ, കുഴപ്പമില്ല. യെസ്, ആനന്ദ്. ഓക്കെ, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിംഗ് എ വിഷൻ ആൻഡ് ഗൈഡിങ് ദ ടീം ദാറ്റ് വിഷൻ. ഓക്കെ, അതാണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്രൈഡേസും വിൽ ബി ഹാവിംഗ് ഓഫീസ് അവേഴ്സ്. ഓക്കെ, അവിടെ നമ്മളൊരു ടോപ്പിക്കിനെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ലീഡേഴ്സിനെ പറ്റിയിട്ടും. നമ്മളിപ്പോ ഓഫീസ് അവേഴ്സിലെ ലീഡർഷിപ്പ് മാത്രമല്ല, വേറെ പല ആസ്പെക്ട്സും സംസാരിക്കുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി വി ഫോക്കസ് ഓൺ ലീഡർഷിപ്പ്. ലൈക്ക് കുറെ കേസ് സ്റ്റഡീസും പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ ചേഞ്ചസും അതിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ ലീഡർഷിപ്പിന്റെ ഫ്രെയിം വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ഓഫീസ് ഹൗസിലും വന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് സം അമേസിംഗ് പീപ്പിൾ ഇൻ മൈ ടീം. അതിൽ ആരാധന വാസ് ദയർ. ഇപ്പൊ ആരാധന ബ്ലണ്ടർ IG തുടങ്ങി. ആൻഡ് ഐ ഹാവ് അഗത, ആൻ, നിവിൻ, പിന്നെ ഇവിടെ കുറെ ആൻ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹലോ, ആൻ ഉണ്ടോ? There are a lot of people over here. ഇവിടെ കുറെ ആൾക്കാർ സ്ട്രാറ്റജിക് ലീഡർഷിപ്പിന്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഓഫീസ് ഹൗസിൽ, യെസ് ഹായ് ആൻ, ഓഫീസ് ഹൗസിൽ വരാറുണ്ട്. എല്ലാ ഫ്രൈഡേസും 9 o'clock നടക്കാറുള്ളത്. ഐഷിക്ക് അറിയാം. യെസ്, seeing people my own age do so good, feel like I am lost and behind in world right now. Okay, how do you learn about these small things? Like did you notice these things, or you started looking into these things, or both? Okay, ഞാൻ ആദ്യത്തെ പറയാം. seeing people on my own age do so good, feel like I'm so lost and behind in the world. എനിക്കിത് വരുമ്പോൾ എന്റെ മനസ്സിലാദ്യം വരുന്നതെന്ന് പറയോ, ദാറ്റ് ഇസ് ദ സ്റ്റോറി. ഒരു കാറ്റ് ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ റിലേറ്റ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഒരാളുണ്ട്, അയാളൊരു കാറ്റിനെ വാങ്ങി. എന്നിട്ട് ഇയാള് വെജിറ്റേറിയൻ ആട്ടോ. ഈ ഓണർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഈ കാറ്റിന് എന്ത് ചെയ്തെന്ന് അറിയോ, എല്ലാ ദിവസവും ഇയാള് വെജിറ്റേറിയൻ കൊടുത്തു. അതായത് കഴിക്കാൻ കൊടുക്കുന്ന എല്ലാം ആ കാറ്റിന് വെജിറ്റേറിയൻ ആയിരിക്കും. എന്നിട്ട് ഈ ഓണർ വന്നിട്ട് ഇയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയും, നിനക്കറിയോ എന്റെ കാറ്റും എന്നെ പോലെ വെജിറ്റേറിയൻ ആണെന്ന് പറയും. അപ്പൊ ഈ ഫ്രണ്ട് ആദ്യം ഒന്ന് ഡൗട്ട് ഇരിക്കും. നോക്കുമ്പോ എല്ലാ ദിവസവും ഓണർ വരുന്നു, ഫുഡ് കൊടുക്കുന്നു, കാറ്റ് കഴിക്കുന്നു, പോകുന്നു. അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂ ആവുന്നത്. അപ്പൊ ഇയാൾക്ക് ഡൗട്ട് അടിച്ചു, ഇനി ഇത് ശരിക്കും വെജിറ്റേറിയൻ ആണോ? ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് ദ കാറ്റ് റിയലി ക്ലോസ്. ഓക്കെ, എന്നിട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഈ കാറ്റ് ഓണർ കൊടുക്കുന്ന ഫുഡ് കഴിഞ്ഞിട്ട് പുറത്തു പോയി ഹണ്ട് ചെയ്ത് കഴിക്കും. ലൈക്ക് എലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിക്കും. സോ ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ like the cat is not changing for the owner. Okay, so why I stated the story is let me come to this point. ഇതിന്റെ അകത്ത് നോക്കുമ്പോ തന്നെ the cat is not changing. Okay, ഓണർ വിചാരിക്കുന്നത് അയാൾ കൊടുക്കുന്ന ഫുഡ് എല്ലാ ദിവസവും കാറ്റ് തിന്നുന്നുണ്ടെന്നാ, പക്ഷെ അങ്ങനെയല്ല. the cat is not changing for other people അല്ലെങ്കിൽ other കാര്യങ്ങളൊക്കെ. So just because the people are doing അല്ലെങ്കിൽ other people are doing amazing stuff, that doesn't make you bad or not that good person നിങ്ങൾ മേക്ക് ചെയ്യുന്നില്ല. ഓരോ ആൾക്കാരും ഓരോ റേസ് ആണ് ഓടുന്നത്. ഇപ്പോ എനിക്ക് ജീവിതത്തിൽ എന്താ എത്തുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവാം, പക്ഷെ എന്റെ സൈഡിലുള്ള വേറൊരാൾക്ക് അങ്ങനത്തെ ഐഡിയ ഉണ്ടാവില്ല. എന്നും പറഞ്ഞ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് അച്ചീവിങ് അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ് അപ്പ് ഇൻ എനി സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ശരിയാണോ? അല്ല. എല്ലാ ആൾക്കാരും ഓരോ ഒഴുക്കിലൂടെ ഒഴുകുകയാണ്. ഇപ്പൊ നമുക്ക് if you don't know where to move, just take the time to find out what you want to be. Having pause in your life is not something bad. Okay,
ഇപ്പോ ഞാൻ കണ്ടതാണ് ഏതൊരു ആക്ടർ 10ാം ക്ലാസ്സിലെ പരീക്ഷ പോയി എഴുതുന്നു. കണ്ടോ? ചില ആൾക്കാരൊക്കെ ചിന്തിക്കും എന്തിനാ വെറുതെ ഇത്ര വയസ്സിലൊക്കെ പോയി പരീക്ഷയ്ക്ക് എഴുതുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ അയാളുടെ ലൈഫിൽ അതാണ് അയാൾക്ക് വേണ്ടത്. ഓക്കെ, സോ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇവന്റ്സ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കയറുന്നു, ഭയങ്കരമായിട്ട് സാലറി വാങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസന്റ് മേക്സ് us യൂസ്ലെസ്. ജസ്റ്റ് ദാറ്റ് വി ഹാവ് ഡിഫറെന്റ് ഗോൾ, അല്ലെങ്കിൽ വി ഹാവ് സം അതർ തിങ്സ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ നോട്ട് എന്താ പറയുക യൂസിങ് യുവർ ടൈം വെൽ. അങ്ങനെയല്ല, just think that you are looking it from a different point of view. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ your aim might be different. Okay, and also don't try to go with the flow in the sense എല്ലാ ആൾക്കാരും ഈ നദി കൂടെ ഒഴുകുന്നു അതുകൊണ്ട് ഞാനും ഈ നദി കൂടെ ഒഴുക എന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഫൈൻഡ് യുവർ ഓൺ റിവർ ആൻഡ് ഫ്ലോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ആൾക്കാരും ആ വഴി ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ വഴി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന അംബാനി അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വലിയ വലിയ ആൾക്കാര് അവരൊക്കെ ബാക്കിയുള്ള വഴികളിൽ പോവാതിരുന്നുകൊണ്ടാണ് അവരിങ്ങനെ ആയത്. ഇപ്പൊ ലോൺ മസ്കിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ ബിസിനസ്സിൽ എന്തോരം ലോസ് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണെന്നറിയോ. അപ്പൊ പല ആൾക്കാരും ക്വിറ്റ് ചെയ്തിട്ട് പോകാൻ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോഴും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് കുറെ തവണ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അയാളുടെ സൈബർ ട്രക്ക് ലോഞ്ച് ആയ സമയത്ത് അയാൾ ലോഞ്ച് ചെയ്ത സമയം ആദ്യം അയാൾ ഒരു ഇഷ്ടിക എടുത്ത ആ സാധനത്തിൽ അടിക്കായിരുന്നു. അടിച്ചപ്പോ ദാറ്റ് സൈബർ ട്രക്ക് ഷുഡ് ബി വെരി പവർഫുൾ. അതായത് ലോകത്ത് എന്ത് സാധനത്തിനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ ആയിരിക്കണം എന്നാണ് അയാൾ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ലോഞ്ച് നടത്തുന്നത്. പക്ഷെ ആ ലോഞ്ച് നടത്തുന്ന സമയം ഹി വാസ് ഹിറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹാമർ. അപ്പൊ തന്നെ കാറ് പൊട്ടാണ് ചെയ്തത്. വാട്ട് പീപ്പിൾ ഡിഡ്, പീപ്പിൾ സ്റ്റാർട്ടഡ് ട്രോളിങ് ഹിം. എല്ലാം ഹാഷ്ടാഗ് എടുത്തിട്ട് ട്വിറ്ററിലൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ട്രോൾ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇത് ലോൺ മസ്കിന്റെ അടുത്ത വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി, ട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ വാട്ട് ഹി ഡിഡ്, ഹി മെയ്ഡ് ദറ്റ് ഇൻ ടു എ വെപ്പൺ. ലൈക്ക് ഹി മെയ്ഡ് ദറ്റ് ഇൻ ടു എ പില്ലർ ഫോർ സക്സസ്. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, ആ ട്രോളൊക്കെ കാരണം കമ്പനിക്ക് കുറച്ചും കൂടെ ഷെയർസ് കൂടി. അത് കാരണം അയാൾക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ പറ്റി. സോ ലൈക്ക് വാട്ട് ഹി ഡിഡ്, ഹി തോട്ട് ഡിഫറെന്റ്ലി. ബാക്കിയുള്ള ആൾക്കാരും ഇതാണ് എന്റെ വീഴ്ച എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഹി ടുക്ക് ദാറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. സോ ഡിഫറെന്റ്ലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ ലോകത്ത് ആവശ്യം. ആൻഡ് ഒരു ഫെയിലിയർ കഴിഞ്ഞ് അത് തിരിച്ച് എണീക്കാൻ പറ്റുന്ന ഒരാൾക്കാരെയാണ് ഈ ലോകത്തിന് ആവശ്യം. സോ ജസ്റ്റ് ബിക്കോസ് യു ആർ നോട്ട് റണ്ണിങ് along with other people doesn't make you bad or useless. ചേച്ചി ട്രൈക്കൾട്ടിവന്റിന് വന്നിരുന്നു? ഇല്ല, വന്നിരുന്നില്ല. How do you learn about all these small things? Like, did you notice these things or you started looking into these things or both? See, ഞാൻ എങ്ങനെ ഇത് നോട്ടീസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യുന്നില്ല, കുറെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വരുന്നതാ. ഇപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങളും അതിന്നൊക്കെ എനിക്ക് വരുന്നതാ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നിൽക്കും. ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാറുള്ള ആളാണ്. അപ്പൊ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ഞാൻ കുറെ അറിയാറുള്ളതാണ്. It's not like I look onto it purposely, but if there is anything interesting, I definitely do search it out and then I'll find out. അങ്ങനെ ട്രൈക്കൾട്ടിവന്റിൽ ഞാൻ വന്നിട്ടില്ല ആനന്ദ്. Okay. Thank you so much, ma'am, for such a wonderful session and for making this discussion so interactive and engaging. I think there are no more queries. If so, you can connect with her in the WhatsApp group. She'll clear the doubts. And yes, today's discussion was a reminder that opportunities don't always come from where we expect them to be. Sometimes a simple conversation, a new connection, or the courage to reach out can lead us to something much bigger. Thank you everyone for your active participation. I hope all of us leaves today with the confidence to start conversations, build genuine connections, and take one step closer to our goals. Once again, thank you everyone and see you again with the next session of Ascendra. Thank you guys. Bye. Good night.